ആയുർസൗഖ്യത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റിൻ. അമല ആയുർവേദ ആശുപത്രിയിൽ സീനിയർ കൺസൾട്ടൻ്റായി ഞാൻ സേവനം ചെയ്തു വരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സൈനോസൈറ്റിസ്, അല്ലെങ്കിൽ ആയുർവേദത്തിൽ അതിനെ ദുഷ്ടപീനസം എന്നുള്ള ഒരു ഡയഗ്നോസിസ്, രോഗനിർണയമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ സൈനോസൈറ്റിസ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എന്താണ് സൈനസ് എന്ന് നമ്മൾ അറിയണം. സൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിനും മൂക്കിനും ഇടയിലുള്ള അസ്ഥികൾക്ക് ചുറ്റുമുള്ള അറകൾ എന്നാണ് സൈനസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ശൂന്യമായ അറകളിൽ ഉണ്ടാകുന്ന നീർവീഴ്ച, ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധ, ഇവയൊക്കെയാണ് സൈനോസൈറ്റിസ് എന്ന രോഗത്തിന് കാരണമായിട്ട് ഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ രോഗം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഇനിയും ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ സൈനസുകൾ എത്ര എണ്ണം ഉണ്ടെന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് വേണം. എത്ര 4 തരം സൈനസ് ഉണ്ട് നമുക്ക്. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പിനെ ഫ്രോണ്ടൽ സൈനസ് എന്ന് പറയും. ഇപ്പം നമ്മുടെ നെറ്റിയിലുള്ള സൈനസുകളാണ് ഫ്രോണ്ടൽ സൈനസ്. ഇനി രണ്ടാമത്തത് നമ്മൾ പറയുന്നത് മാക്സിലറി സൈനസ് എന്ന് പറയും. കണ്ണിൻ്റെ താഴെയുള്ള ഈ 2 അറകളാണ് സൈനസ്, ഈ മാക്സിലറി സൈനസ്. മൂന്നാമത്തെ സൈനസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കണ്ണിൻ്റെ 2 സൈഡിലുള്ളതാണ് എത്മോയിഡ് സൈനസ് എന്ന് പറയും. ഒരു സൈനസും കൂടിയുണ്ട്, സ്പീനോയിഡ് സൈനസ്. കണ്ണിൻ്റെ പുറകിലാണ്, ഉള്ളിലാണത് സ്പീനോയിഡ് സൈനസ് ഉള്ളത്. അപ്പോൾ ഈ 4 തരം അറകളിലും സൈനസുകളിലും നീർക്കെട്ട് അല്ലെങ്കിൽ അണുബാധ കൊണ്ട് നമുക്ക് നീർക്കെട്ട് വരാം, അല്ലെങ്കിൽ മറ്റ് ഇൻഫെക്ഷൻസ് വരാം. അതുമൂലം നമുക്ക് സൈനോസൈറ്റിസ് എന്ന രോഗം ഉണ്ടാകാം. ഇതിന് പ്രധാനപ്പെട്ട ഇതിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത് പൊടിപടലങ്ങൾ, തണുത്ത കാലാവസ്ഥ, അലർജിക്കായിട്ടുള്ള ചിലർക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, അതായത് നമ്മൾ ഡ്രസ്സ് കുടയുമ്പോൾ അതിൽ നിന്നുള്ള പൊടി, അല്ലെങ്കിൽ ബുക്സുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ, നമ്മുടെ അലമാരയിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ അപ്പോൾ അതൊരു അലർജിക് ആസ്പെക്ട്സ് കൊണ്ട് ചിലർക്ക് സൈനോസൈറ്റിസ് വരാം. അപ്പോൾ പ്രധാനമായിട്ടും ഈ തണുത്ത കാലാവസ്ഥയാണ് സൈനോസൈറ്റിസിന് ഒരു പ്രധാന കാരണമായിട്ട് നമ്മൾ കണ്ടെത്തുന്ന ഒരു കാരണമായിട്ട് പറയുന്നത്. ഇനി അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ്? സൈനോസൈറ്റിസ്, സൈനസുകൾക്ക് ഉണ്ടാവുന്ന നീർവീഴ്ച കൊണ്ട് എന്താ പ്രധാനമായിട്ട് ഉണ്ടാവുന്നത്? തലവേദന ഉണ്ടാവുന്നു. തലവേദന എന്ന് പറയുന്നത് തലയ്ക്ക് ഭാരം. സാധാരണ നമ്മുടെ തലവേദന എന്ന് പറയുന്നത് അത് മൈഗ്രെയിൻ ഹെഡേക്ക് നമ്മൾ പറയും, അല്ലേ? ചെന്നിക്കുത്തെന്ന് പറയും. അത് ചെന്നിയുടെ 2 വശത്തും. അതല്ല, തല മൊത്തത്തിൽ വേദന എടുക്കുക, അതായത് തലയ്ക്ക് ഒരു ഭാരം തോന്നുന്ന അവസ്ഥയാണ് സൈനോസൈറ്റിസ് എന്ന ആ അസുഖം കൊണ്ടുള്ള തലവേദന. അപ്പോൾ ഓരോ ഡിസീസിനും തലവേദന ഉണ്ടാകുമ്പോൾ ആ തലവേദനയ്ക്ക് വ്യത്യാസങ്ങളുണ്ട്. ഇതിൻ്റെ തലവേദന തലയുടെ പുറകിലാണ് വേദന എടുക്കുന്നത്. പിന്നെ തലയ്ക്ക് അതിശക്തമായ ഭാരം ഉണ്ടാവും. അപ്പോൾ നമ്മൾ രോഗനിർണയം ചെയ്യാനായിട്ട് നമ്മൾ രോഗി വരുമ്പോൾ നമ്മൾ ചോദിക്കും, എവിടെയാണ് നിങ്ങൾക്ക് തലവേദന? തലയ്ക്ക് ഭാരം തോന്നുന്നുണ്ട്. അപ്പോൾ രോഗി സാധാരണ പറയാണ്ട് സൈനോസൈറ്റിസ് ഉള്ളവർക്ക് നമ്മുടെ ഈ പുരുകത്തമ്മ ഇവിടെ തൊട്ട് കാണിച്ചിട്ട് പറയും, ഇവിടെയാണ് ശക്തമായ വേദന അനുഭവപ്പെടുന്നതെന്ന് പറയും. പിന്നെ തലയ്ക്ക് ഭാരം ഉണ്ടാകാറുണ്ട് എന്ന് പറയും. അപ്പോൾ അതേ നമ്മൾ മനസ്സിലാക്കുന്നത് സൈനോസൈറ്റിസ് ആണ്. പിന്നെ നമ്മൾ അവരുടെ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ കുറേ സ്റ്റഡി ചെയ്യും. തണുത്ത അന്തരീക്ഷമാണോ, അലർജിക്കായിട്ടുള്ള പൊടിപടലങ്ങളുണ്ടോ, അതിൽ നമ്മൾ ചോദിക്കും. അപ്പോൾ പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മണം അറിയാത്തൊരവസ്ഥ വരും, അല്ലെങ്കിൽ മൂക്കിൽ നിന്നൊരു ദുർഗന്ധം വരുന്നു എന്നുള്ള ലേറ്റർ സ്റ്റേജിൽ, വളരെ കുറച്ച് പഴകി കഴിയുമ്പോഴാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ തലവേദന എന്നുള്ളതും അതോടൊപ്പം തന്നെ ശ്വാസതടസ്സം, മൂക്കൊലിപ്പ്, ദുർഗന്ധം മൂക്കിൽ നിന്ന് വരിക, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന രോഗിക്ക്. പിന്നെ മണം അറിയാത്തൊരവസ്ഥ വരും. മണം അറിയാത്ത അവസ്ഥ, ഒരു മണം അറിയില്ല. അത് ഏറ്റവും വളരെ ക്രോണിക്കായി രോഗം എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ മണം അറിയാത്തൊരവസ്ഥ രോഗിക്ക് അനുഭവപ്പെടുന്നത്. ഇനി നമ്മൾ ഇതിനെ എങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു? ലക്ഷണം കൊണ്ട് നമുക്കൊരു പരിധിവരെ മനസ്സിലാക്കാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഈ രോഗത്തെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എക്സ്റേ ഉണ്ട്, അതോടൊപ്പം തന്നെ CT സ്കാൻ ഉണ്ട്. അപ്പോൾ ലക്ഷണങ്ങൾ കൊണ്ട് രോഗനിർണയത്തെ ഏത് ടൈപ്പ് തലവേദനയാണ് എന്ന് മനസ്സിലാകാത്ത സ്റ്റേജ് വരുമ്പോഴാണ് നമ്മൾ CT സ്കാൻ അവർക്ക് അഡ്വൈസ് ചെയ്യുന്നത്. CT സ്കാനിൽ കൃത്യമായിട്ട് നമുക്ക് രൂപരേഖ കിട്ടും, ഇത് സൈനോസൈറ്റിസ് ആണ് എന്നുള്ളതിൻ്റെ രൂപരേഖ നമുക്ക് കിട്ടും. ഇനി നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഇനി നമുക്ക് എന്താ ചിന്തിക്കേണ്ടത്? രോഗി വന്നു, ലക്ഷണങ്ങൾ മനസ്സിലായി, കാരണം അറിഞ്ഞു, എല്ലാം അറിഞ്ഞു. ഇനി നമുക്ക് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി നമുക്ക് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ആവേണ്ടത്. ഈ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ പ്രധാനപ്പെട്ട് സൈനോസൈറ്റിസിന് കൊടുക്കുന്നത്, ആദ്യമായിട്ട് നമ്മൾ രോഗിക്ക് കൊടുക്കുന്നത് നസ്യമാണ്. രോഗിക്ക് നമ്മൾ സൈനോസൈറ്റിസിന് കൊടുക്കുന്നത്
നസ്യം എന്ന് പറഞ്ഞാൽ അതിന് ഉപയോഗിക്കുന്ന മരുന്ന് അണുതൈലം എന്ന് പറയുന്ന ഒരു ഔഷധ വീര്യമുള്ള ഒരു തീക്ഷ്ണമായിട്ടുള്ള നസ്യമാണ്. നമ്മൾ അണുതൈലമാണ് രോഗിക്ക് കൊടുക്കുന്നത്. 12 തുള്ളി വരെ നമ്മൾ നസ്യമായിട്ട് കൊടുക്കും. പിന്നെ ഇൻറ്റേർണൽ മെഡിക്കേഷൻസ് നമ്മൾ വരണാതി കഷായം, അമൃതോത്തരം കഷായം, ഗോരോചനാദി ഗുളിക, അങ്ങനെ ഒരുപാട് വ്യോഷാദി വടകം, ഒരുപാട് മരുന്നുകളുണ്ട് ഉള്ളിലേക്ക് കൊടുക്കാനായിട്ട്. പക്ഷേ സാധാരണ കേസിലൊക്കെ OP ട്രീറ്റ്മെൻറ്റ് കൺസൾട്ടേഷൻ മതിയാകും. പിന്നെ വീട്ടിൽ വെച്ചിട്ട് പ്രതിമർശ നസ്യം എന്ന് പറയും, 2 തുള്ളി മൂക്കിലൊഴിക്കുന്ന നസ്യമുണ്ട്. അത് നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യാൻ പറയും. പിന്നെ ഇൻറ്റേർണൽ മെഡിക്കേഷൻ അവരോട് കഴിക്കാൻ പറയും. പിന്നെ നമ്മൾ ആവി കൊള്ളുക, അങ്ങനെയൊക്കെയുള്ള തെറപ്പീസ് വേറെ പറയും. അപ്പോൾ എനിക്ക് സൈനോസൈറ്റീസ് കേസിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പേഷ്യൻസ് സൈനോസൈറ്റീസ് ആയിട്ട് വരുന്നത് ടീച്ചേഴ്സാണ്. കാരണം അതിൻ്റെ ഒരു കാരണമായിട്ട് കണ്ടെത്താൻ പറ്റുന്നത് അവർക്ക് ഈ പൊടി, ചോക്കുപൊടി. ഇപ്പം നമുക്ക് ചോക്കുപൊടിയുടെ അധികം ഇത് വരുന്നില്ല, അതൊക്കെ പേനുകളും ഇങ്ങനെ മായ്ക്കാവുന്നതുകളൊക്കെ ആയതുകൊണ്ട്. പക്ഷേ എന്നിരുന്നാലും അവർക്ക് ഈ തല ഉപയോഗിച്ചുള്ള ഓവർ സ്ട്രെസ്സാണല്ലോ വരുന്നത്, നമ്മൾ ഈ ടീച്ചേഴ്സിന് വരുന്നത്. പിന്നെ കറക്ഷൻസ്, കുറേ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ കുറേ ടീച്ചേഴ്സിന് ഈ സൈനോസൈറ്റീസ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു രോഗമായിട്ട് ഇന്നിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് കോമൺ ആയിട്ട് ഇത് കാണുന്നതാണ് IT മേഖലയിൽ നമ്മൾ അടച്ചിട്ട AC റൂമുകളിലിരുന്ന് വർക്ക് ചെയ്യുന്ന ബാങ്ക് എംപ്ലോയീസ്, സെഡൻഡറി വർക്ക് ചെയ്യുന്നവർ, ഇരുന്നിരിപ്പിന്ന് കുറേ നേരം വർക്ക് ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ ഉള്ള വ്യക്തികൾക്ക്, തണുത്ത പ്രതലത്തിലിരുന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ സൈനോസൈറ്റീസ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഈ സൈനോസൈറ്റീസിന് മറ്റൊരു കാരണം കൂടി ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയണം. അത് നമ്മൾ സാധാരണ ക്ലിനിക്കൽ സ്റ്റഡിയിൽ അധികം പറയാത്ത ഒരു കേസാണത്. എന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്നു. ആ പേഷ്യൻ്റ് ഒരു ഫീമെയിൽ പേഷ്യൻ്റാണ്. ആ പേഷ്യൻറ്റിന് കടുത്ത സൈനോസൈറ്റീസാണ്. അപ്പോൾ ഞാൻ ആ പേഷ്യൻറ്റിനോട് ചോദിച്ചു, അവരുടെ ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഒന്ന് എടുത്തു. അപ്പോൾ അവളോട് ചോദിച്ചു, മകളെ നിനക്ക് എന്താ, നിൻ്റെ ഫാമിലി എങ്ങനെയാണ്? അപ്പോൾ അവളുടെ അമ്മേനെയൊക്കെ എനിക്കറിയാം. അമ്മ ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന ഒരു ചേച്ചിയാണ് അമ്മ. അപ്പോൾ ആ അമ്മേനെ എനിക്കറിയാം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്ന ആളുടെ മകളല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്ററിന് അറിയാമല്ലോ, എൻ്റെ ഫാമിലി സ്ട്രെസ്സൊക്കെ സിസ്റ്ററിന് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയാം, ഇന്ന ചേച്ചിയുടെ മോളല്ലേ നീ, ആ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ കുട്ടിക്ക് വേഗം ആങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ആങ്ങള പെട്ടെന്ന് ആക്സിഡൻറ്റിൽ പെട്ടെന്ന് എവിടെയോ യാത്രയ്ക്ക് പോയത്. ആ യാത്രയ്ക്ക് പോയിട്ട് ആക്സിഡൻറ്റിൽ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്നു. അമ്മയും ഇത് മോളാണ്, ഇത് പെങ്ങളാണ് ഇവള് ഭയങ്കരമായിട്ട് സ്ട്രെസ്സിലായി. അപ്പോൾ ആ ഒരു സ്ട്രെസ്സ് ഈ പെൺകുട്ടിക്ക് ഇത് സൈനോസൈറ്റിസിലേക്ക് അവളെ നയിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് ആ സ്ട്രെസ് ഫാക്ടർ ഒരുപാട് ഈ സൈനോസൈറ്റീസിന് കാരണമാകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വെളിച്ചമാണ് ഇതിലൂടെ എനിക്ക് കണ്ടെത്താൻ പറ്റിയത്. അപ്പോൾ കുറേ സംസാരിച്ചു, അവർക്ക് കുറച്ച് ആശ്വാസമൊക്കെ പറഞ്ഞു കൊടുത്തു. ചില റിയാലിറ്റീസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അവർക്ക് തെറപ്പി കൊടുത്തു കഴിഞ്ഞപ്പോൾ നസ്യം കൊടുത്തു. പിന്നെ ചില ലേപങ്ങൾ, അതായത് അരച്ചിടാനായിട്ട്, നെറ്റിയിൽ അരച്ചിടാനായിട്ട്, നെറുകയിലിടാനായിട്ടുള്ള ചില ലേപനങ്ങൾ, കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ഈ സൈനോസൈറ്റീസ് വല്ലാണ്ടൊക്കെ അധികരിച്ചു കഴിയുമ്പോൾ കയ്യിലേക്കും വേദന ഇറങ്ങുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ചില പേഷ്യൻസിന്. കയ്യിൽ നീരും അങ്ങനെ വേദനയൊക്കെ ഉള്ള നീർക്കെട്ടെന്ന് പറയും, അത് ശക്തമായിട്ട് കയ്യിലേക്ക് ഇറങ്ങുന്ന സ്റ്റേജ് ഇതിൻ്റെ സൈനോസൈറ്റീസിൻ്റെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ കാണുന്ന ഒരു കോംപ്ലിക്കേഷനായിട്ട് ചില കേസുകളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ ലേപനക്രിയകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നസ്യമാണ് പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ സിംഗിൾ ഡ്രഗ് തെറപ്പികൾ പറയുന്നതിൽ നമ്മൾ പറയും തുളസി, അതുപോലെ തന്നെ ആടലോടകം, പനിക്കൂർക്ക, മഞ്ഞൾ, ഇതെല്ലാം ചുക്ക് ഇതെല്ലാം ഇട്ടിട്ട് വെള്ളം കുടിക്കാനും പറയും, അത് ആവി കൊള്ളാനും പറയും. അതൊരു പ്രധാനപ്പെട്ട ആവി കൊള്ളൽ നിർബന്ധമായിട്ടും ചെയ്യാൻ പറയും നമ്മൾ രോഗികളോട്. പിന്നെ നമ്മൾ മുക്കുറ്റി സമൂലെടുത്ത് ചതച്ച് ഒരു മാങ്ങയുടെ വലിപ്പമുള്ള കിഴി കെട്ടിയിട്ട് അത് നമ്മൾ ചൂടാക്കിയിട്ട് മണക്കാൻ പറയും. ആ കിഴി മണത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈനസുകളൊക്കെ തുറക്കുമെന്ന് പറയും. പിന്നെ നമ്മൾ വരട്ടുമഞ്ഞൾ, നീളത്തിലിരിക്കുന്ന വരട്ടുമഞ്ഞൾ നെയ്യിൽ മുക്കിയിട്ട് അത് അറ്റം കൂർപ്പിക്കണം. എന്നിട്ട് നെയ്യിൽ മുക്കി അത് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ അത് കത്തിച്ചിട്ട് അതിൻ്റെ പുകയേൽക്കണം. ധൂമപാനം എന്ന് പറയും, പുകയേൽക്കൽ. അത് ആയുർവേദത്തിലൊരു ട്രീറ്റ്മെൻറ്റാണ്. ആ ധൂമപാന ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് അത് ഒത്തിരി ഉപകാരപ്പെടും. ഈ ശ്വാസതടസ്സത്തിനും ഈ സൈനസുകളൊക്കെ തുറക്കാനായിട്ട് ഒത്തിരി ഉപകാരപ്പെടും. അങ്ങനെയുള്ള ചില സിംഗിൾ ഡ്രഗ് തെറപ്പീസും ഇതിനകത്ത് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പത്യാപത്യം ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് വൈറ്റമിൻ AC അടങ്ങിയ ആഹാരങ്ങൾ, ക്യാരറ്റ്, ബീട്രൂട്ട്, അല്ല മാങ്ങ, അതുപോലെ തന്നെ ചെറുനാരങ്ങ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, തേനും ചെറുനാരങ്ങയും കൂടി കഴിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അവരോട് ആ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ പറയും. വൈറ്റമിൻ C, വൈറ്റമിൻ A അടങ്ങിയ ആഹാരങ്ങൾ.
പിന്നെ നമ്മളിതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ നേസൽ ഡീവിയേഷൻ വരുന്ന ഒരു കേസുണ്ട്. അതായത് അത് നേസൽ പോളിപ്പസ് വരും. അപ്പോൾ നേസൽ പോളിപ്പസ് എന്ന് പറയാം നാസാർബുദം എന്ന് പറയും. നമ്മുടെ ഈ മൂക്കിൻ്റെ ഉള്ളിൽ ചെറിയ ദശ വളരുന്നതാണ് നേസൽ പോളിപ്പസ്. അപ്പോൾ നേസൽ പോളിപ്പസ് ഉള്ള പേഷ്യൻറ്റിനും അതുപോലെ തന്നെ നേസൽ ഡീവിയേഷൻ, മൂക്ക് ചെരിഞ്ഞിരിക്കുക, ഡീവിയേറ്റ് ചെയ്തിരിക്കുക, അങ്ങനെയുള്ള കേസുകളിലും വളരെ കോമൺ ആയിട്ട് നമ്മൾ സൈനോസൈറ്റിസ് കാണപ്പെടുന്നുണ്ട്. അതൊരു കോംപ്ലിക്കേഷനാണ്, അതൊരു റിസ്ക് ഫാക്ടറാണ് ഈ സൈനോസൈറ്റിസിൻ്റെ. പിന്നെ നമ്മൾ കുട്ടികളോട് ഈ രാത്രി ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്. 12 മണി കഴിഞ്ഞിട്ട് അവർക്ക് പഠിത്തം വരുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എങ്ങനെയായാലും 11 മണിക്ക് ഉള്ളിൽ, 12 മണി കഴിഞ്ഞ് ഒരിക്കലും ഇരിക്കരുത് നമ്മൾ പറയും. 11 മണിക്കുള്ളിൽ തന്നെ നമ്മൾ കിടക്കാനായിട്ട് അഡ്വൈസ് ചെയ്യും. 12 മണി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇരിക്കരുത്. അപ്പോൾ ഒരു 5 മണി അല്ലെങ്കിൽ 5:30 ശേഷം എഴുന്നേറ്റാൽ മതിയെന്ന് നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞു കൊടുക്കും. അതൊക്കെ ഒരു പ്രിവെൻഷനാണ്. പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത പ്രതലങ്ങളിൽ നിന്ന് ഒഴിവാക്കുക, പിന്നെ കൂടുതലായിട്ടുള്ള ഈ തണുത്ത AC ഇട്ട് റൂമുകളിൽ കൂടുതലായിട്ട് ഇരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ അങ്ങനെ ഇരിക്കുന്നവർ അതിനുള്ള പ്രിവെൻറ്റീവായിട്ടുള്ള ചില മെഷേഴ്സ്, ചൂടുവെള്ളം ഇടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഈ ഔഷധങ്ങളിട്ട് സംസ്കരിച്ച ജലം കുടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കും. പിന്നെ നമ്മൾ ഈ സൈനോസൈറ്റിസിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്ട്രെസ്സ് ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ മിക്കവാറും ഈ സൈനോസൈറ്റിസ് പേഷ്യൻസിന് ഞാൻ സാധാരണ കൗൺസിലിംഗ് കൊടുക്കും. അവരുടെ പ്രശ്നങ്ങൾ എന്താ, കാര്യങ്ങൾ എന്താണെന്നൊക്കെ ചോദിക്കും. അത് ചോദിച്ച് അവർക്കൊരു കൗൺസിലിംഗ് പ്ലസ് ഒരു സ്പിരിച്വൽ തെറാപ്പി, അതല്ലെങ്കിൽ ഞാൻ പറയുന്നത് സാധാരണ ഇതിൽ പ്രെയർ, ബൈബിൾ വചനം ഉരുവിടുക, അങ്ങനെയൊക്കെയുള്ളൊരു ഹീലിംഗ്. ഇപ്പോൾ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു വചനം കൂടി കൊടുക്കും. അപ്പോൾ ആ വചനം അവർ ഉരുവിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ വചനം ഒന്നുമല്ല അതിൻ്റെ ബാക്കിൽ എഴുതും, അല്ലെങ്കിൽ അത് ഉരുവിടാൻ പറയാം വചനം അവരോട്. അപ്പോൾ അവർ മരുന്ന് കഴിക്കുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ ആ വചനം ഉരുവിടുമ്പോൾ അതൊരു ഹോളിസ്റ്റിക് ഒരു ക്യൂറിലേക്ക് അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ഹീലിങ്ങിലേക്ക് ആ രോഗീനെ നയിക്കുന്ന ഒരു മാർഗം കൂടിയാണ്. പ്രത്യേകിച്ച് ഞാനൊരു സിസ്റ്റർ ഡോക്ടർ ആവുമ്പോൾ അങ്ങനെയുള്ള ഒരു ഓറിയൻറ്റേഷൻ രോഗിക്ക് കൊടുക്കുക എന്നുള്ള ഒരു ഹോളിസ്റ്റിക് ഹീലിംഗ്, അതായത് മൈൻഡ്, ബോഡി, സ്പിരിറ്റ്, ആത്മാവ്, മനസ്സ്, ശരീരം, ഈ മൂന്നിനെയും കൂടി ഒരുമിച്ച് കണ്ടിട്ട് അതിന് കൊടുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണ രീതിയിൽ ഞാൻ അഡാപ്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകൾ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ കൺസൾട്ടേഷനിൽ അല്ലെങ്കിൽ അമല ആയുർവേദത്തിൽ ഞാൻ കൊടുക്കുന്ന ചികിത്സകൾ. ഏകദേശം സൈനോസൈറ്റിസിനെ കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, അതിൻ്റെ പഥ്യാപഥ്യങ്ങൾ, അതോടൊപ്പം തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്, സിംഗിൾ ഡ്രഗ്സിനെ കുറിച്ചിട്ടുള്ള ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഈ സൈനോസൈറ്റിസ് ആയിട്ട് ഒരു വ്യക്തി നിരന്തരമായ സൈനോസൈറ്റിസ് രോഗം, അതെന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, രോഗിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ കൺസൾട്ട് ചെയ്ത് എനിക്കും അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു ദിശാബോധം കിട്ടിയില്ല. ഇതെന്താ കാരണത്താലാണ്? അവർ AC-ലൊന്നുമല്ല ജോലി ചെയ്യുന്നത്, അവർ ടീച്ചറോ അങ്ങനെയൊക്കെയുള്ള IT ഫീൽഡിലൊന്നുമല്ല. പിന്നെ എന്തുകൊണ്ട് അവർക്ക് ഈ രോഗം, ഈ സൈനോസൈറ്റിസ്, ഇത് വിട്ടുമാറാത്ത സൈനോസൈറ്റിസ്, ഇപ്പോൾ ഒന്ന് തലകുളിക്കുക, അല്ലെങ്കിൽ തണുത്ത വെള്ളം മേലാവുക, അല്ലെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മഴച്ചാറ്റിലൊന്ന് കൊണ്ടാൽ മതി അപ്പോൾ സൈനോസൈറ്റിസ് വരുന്ന അവസ്ഥ. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്ത് കാരണത്താലായിരിക്കും ഈ പേഷ്യൻറ്റിന് ഈ സൈനോസൈറ്റിസിൻ്റെ കാരണം എന്നുള്ളതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർക്ക് പൈൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്ട്രെസ് ഉള്ളവർക്ക് സൈനോസൈറ്റിസ് വരുമെന്ന് പറഞ്ഞ അതേ ആ ആശയത്തോട് ചേർന്ന് പോകുന്ന ഒരാശയമാണ് പൈൽസ് രോഗികൾക്ക്. അതായത് മൂലഭാഗത്ത് ഒരു തടിപ്പ് വന്ന് അതങ്ങനെ മലബന്ധം ഉണ്ടാകുന്ന ഒരവസ്ഥയാണല്ലോ പൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ ഫ്ലൂയിഡ് ക്ലെൻസിങ് ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിലെ ജലാംശം മലത്തിൽ കൂടെ പോകുന്നത് മലബന്ധമാകുമ്പോൾ നമ്മൾക്ക് തടയപ്പെടും. അപ്പോൾ അത് സൈനോസൈറ്റിസ് ആയിട്ട് രൂപപ്പെടുന്ന ഒരു പ്രാക്ടിക്കലി കാണുന്ന ഒരു സംഭവങ്ങൾ ഡേ ടു ഡേ എക്സ്പീരിയൻസിൽ കണ്ടെത്താറുണ്ട്. അപ്പോൾ അങ്ങനെ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അവർക്ക് പൈൽസ് ഉണ്ടെന്നുള്ള ഒരു കാര്യം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പൈൽസ് ഉണ്ട്, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പൈൽസ് ഒരു പരിധി വരെ ഈ സൈനോസൈറ്റിസിന് കാരണമാകുന്നു എന്നുള്ള ഒരു ഫൈൻഡിങ് ഇവിടെ കിട്ടുകയാണ് നമുക്ക്.
അപ്പോൾ ഇവർക്ക് മലശോധന പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തെറപ്പീസ് നമ്മൾ കൊടുത്തു. അതായത് കുറച്ച് ലാക്സേറ്റീവും അനുലോമനമായിട്ട്, അതായത് ശോധന നന്നായിട്ട് പോകുന്ന ഇളകി പോകുന്നതായിട്ടുള്ള ഔഷധങ്ങളും അതുപോലെ തന്നെ ആ രീതിയിലുള്ള ആഹാരങ്ങൾ ഇവരോട് കഴിക്കാൻ പറഞ്ഞ് അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ സൈനോസൈറ്റിസിന് നല്ലൊരു റിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റിലീഫ് കിട്ടിയതായിട്ടുള്ള അനുഭവമാണ് അവർ പറഞ്ഞത്. പിന്നെ നമ്മൾ സൈനോസൈറ്റിസ് ഉള്ളവർക്ക് നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ട് ഇൻഹലേഷൻ മസ്റ്റായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇൻഹലേഷനും മെഡിക്കേറ്റഡ് വാട്ടർ ഡ്രിങ്കിങ്ങും അത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയേണ്ടതാണ്. അത് അങ്ങനെയുള്ള വ്യക്തികൾ അത് ചെയ്തേ പറ്റൂ. അതായത് മെഡിക്കേറ്റഡ് എന്ന് നമുക്കറിയാം പനിക്കൂർക്കല, അതുപോലെ തന്നെ ചുക്ക്, കുരുമുളക്, ഇങ്ങനെയുള്ള തുളസിയില അതൊക്കെ ഇട്ടിട്ട് അല്പം ശർക്കര ഇടാം. ആ വെള്ളം മെഡിക്കേറ്റഡ് വാട്ടർ അല്പം മഞ്ഞൾപ്പൊടി ഇടുന്നത് കുറച്ചുകൂടി നല്ലതാണ്. ഈ കോവിഡ് സീസണിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ പിന്നെ നമ്മൾക്ക് അത് കുടിക്കുന്നതും അതുപോലെ ഇപ്പോൾ ഇൻഹലേഷൻ ചെയ്യുന്നു. പിന്നെ ഈ കൊറോണയായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ സൈനോസൈറ്റിസ് പറഞ്ഞാൽ കൊറോണ ബാധിച്ചു വരുന്ന രോഗികൾക്ക് പലർക്കും സൈനോസൈറ്റിസ് കാണുന്നുണ്ട്. അവർക്ക് ശ്വാസതടസ്സം മാത്രമല്ല, എൻ്റെ ചുമ മാത്രമല്ല, അവർക്ക് സൈനോസൈറ്റിസ് ലക്ഷണവും കൂടി കാണുന്ന അവസ്ഥ ഇന്ന് പല രോഗികൾക്കും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ നസ്യവും അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഹോട്ട് ഫെർമെൻറ്റേഷൻ ലൈക്ക് രൂക്ഷസ്വേദങ്ങൾ, മണൽക്കിടിയൊക്കെ ചെസ്റ്റിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നാളൊരു പേഷ്യൻറ്റ് വന്നവർക്ക് ഒരു 10 days ട്രീറ്റ്മെൻറ്റ് കൊടുത്തുള്ളൂ. ഒരു വളരെ അവശനായിട്ട് വന്നൊരു പേഷ്യൻറ്റാണ്. കുറച്ച് ദശമിലകട ഇത്രയും കഷായവും മൃതോത്തരവും ഒക്കെ കൊടുത്ത് അതിൻ്റെ കൂടെ ഇത്തിരി താലിസാദിപ്പൊടിയും കൊടുത്തു. അവർക്ക് നസ്യം കൊടുത്തു. ഹോട്ട് ഫെർമെൻറ്റേഷൻ ഹാഫ് ബോഡി കൊടുത്തോളൂ, ഫുൾ ബോഡി പോലും കൊടുത്തില്ല. അരയ്ക്കുന്ന മുകളിലേക്ക് മണൽ നന്നായിട്ട് വറുത്ത് രൂക്ഷസ്വേദം എന്ന് പറയും അതിന്, എണ്ണ തൊടാതെയുള്ള ആ സ്വേദക്രിയയും പിന്നെ ഒരു ധാന്യക്കിഴി ഒരു 5 ദിവസവും മണൽക്കിഴിയും കൊടുത്തു. അതിൽ കംപ്ലീറ്റ്ലി റിക്കവറായിട്ട് ആ പേഷ്യൻ്റ് തിരിച്ചു പോയി. അതാണ് ഈ വളരെ അടുത്തുണ്ടായ. അപ്പോൾ കോവിഡുമായിട്ട് അതിന് സ്വല്പം കണക്ഷൻ ഉണ്ട് എന്നുള്ള ഒരു നോളജാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതു പ്രൊഫഷനിലുള്ള ആളുകളിലാണ് സൈനോസൈറ്റിസ് എന്ന ഈ രോഗം കൂടുതലായി കാണുന്നത്? ഇപ്പോൾ പ്രൊഫഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ടീച്ചേഴ്സിൽ ഞാൻ കാണുന്നുണ്ട് നന്നായിട്ട്. പിന്നെ ഐ ടി ഫീൽഡ് കണ്ടിന്യൂസ് ആയിട്ട് ഏസ് റൂമിലിരുന്നിട്ട് ഈ തണുപ്പടിച്ചിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും പിന്നെ പൊടിപടലങ്ങളുമായിട്ട് കൂടുതൽ തുണിക്കടയിൽ നിൽക്കുന്നവർ അവർക്കൊക്കെ ഇത് ഈ സൈനോസൈറ്റിസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. സൈനോസൈറ്റിസ് എന്ന ഈ രോഗം ജീവിതകാലം മുഴുവൻ നിലനിൽക്കുമെന്നൊരു വാദമുണ്ട്. സിസ്റ്റർ അതിനോട് യോജിക്കുന്നുണ്ടോ? മാത്രമല്ല, ആയുർവേദ ചികിത്സാ വിധി കൊണ്ട് സൈനോസൈറ്റിസ് പൂർണ്ണമായി ഭേദപ്പെട്ടതായി സിസ്റ്ററിന്റെ അനുഭവത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അതെത്ര കാലം കൊണ്ട് ഭേദപ്പെടുത്താൻ കഴിയും? സൈനോസൈറ്റിസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്, ഒരു അസുഖമാണത്. എന്ന് പറഞ്ഞാൽ നമ്മൾ നസ്യം കൊടുത്തു, ഇൻറ്റേർണൽ മെഡിക്കേഷൻ കൊടുത്തു, സ്റ്റീം ഇൻഹലേഷനൊക്കെ കൊടുത്തു, ആവി കൊടുത്തു, ഇതൊക്കെ കൊടുത്ത് നമ്മൾ സുഖപ്പെടുത്തി പോയാലും തണുത്ത പ്രതലത്തിലേക്ക് ഈ രോഗി പോകുമ്പോൾ വീണ്ടും ഇവർക്ക് അറ്റാക്സ് വരുന്നുണ്ട്. വീണ്ടും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, എൻ്റെ നെറ്റിയിൽ ഇവിടെ വേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ രോഗി വീണ്ടും വരും. അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ സാധാരണ രോഗികളോട് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കതൊരു ലൈഫ് സ്റ്റൈൽ പോലെ നിങ്ങൾ ആവി കൊള്ളലും ഈ മെഡിക്കേറ്റഡ് വാട്ടർ അതങ്ങനെയുള്ള ഈ വെള്ളം കുടിക്കൽ, ഇപ്പോൾ കൊറോണയിൽ നമ്മളത് ശീലിച്ചു, അത് തുടർന്ന് നമ്മളൊരു മെഡിക്കേറ്റഡ് വാട്ടറിൻ്റെ ഡ്രിങ്കിങ്ങൊക്കെ നമ്മുടെ സ്ഥിരം ശീലമാക്കിക്കോളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ സ്ഥിരം ശീലമാക്കുമ്പോൾ വേറൊരു പ്രശ്നം കൂടി നമ്മളെ ബാധിക്കും. എന്ന് പറഞ്ഞാൽ ഈ പനിക്കൂർക്കല, തുളസിയൊക്കെ നല്ല സ്ട്രോങ് തീഷ്ണോഷ്ണ ഔഷധങ്ങളാണ്. അതെല്ലാം അത് ഒരുപാട് ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ പാടില്ല. നമ്മളൊരു 4-5 കൂടി 7 അല്ല അതിൽ കൂടുതലിടാൻ പാടില്ല. സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് 1 വീക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. കൂടുതലായിട്ട് ഞാൻ ചില രോഗികൾക്ക് അത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നത് അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഗ്യാസ്ട്രൈറ്റിസ് പോലെ വയറെരിച്ചിൽ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മിനിമം ഇല ഇട്ടിട്ട് അത് ചുക്കൊക്കെ ആകുമ്പോൾ ചെറിയൊരു പീസ് ഇടേണ്ട കാര്യമുള്ളൂ. ഒരു സ്വല്പം മഞ്ഞൾ, അല്പം ശർക്കര ഇടാം, അത് നല്ലതാണ്. അത് കാൽസ്യം കൂടിയാണ്, ശർക്കര കാൽസ്യമാണ്. അപ്പോൾ അത് അങ്ങനെ മൈൽഡായിട്ട് ഇട്ടിട്ട് തിളപ്പിച്ച് വെള്ളം ഫ്രീക്വൻ്റ് ആയിട്ട് കുടിക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ ചൂടുവെള്ളം വെറുതെ ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളം തന്നെ കുടിക്കുന്നത്, അതൊരു സ്ഥിര അവരുടെ ലൈഫിൻ്റെ പാറ്റേൺ ആക്കി മാറ്റാനാണ് സാധാരണ രീതിയിൽ ഞാൻ പറയാറ്. അത് മാറിയാലും ഇതിൻ്റെ അറ്റാക്സ് വരാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് സൈനോസൈറ്റിസിനെ കുറിച്ചും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചിട്ടും ട്രീറ്റ്മെൻറ്റ് ലൈനെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് അത്യാവശ്യം നിങ്ങളോട് പറഞ്ഞു.
പിന്നെ എൻ്റെ അടുത്ത് വരുന്ന രോഗികളിൽ നമ്മൾ പുസ്തകത്തിൽ വായിക്കാത്ത ചില ഡൈമെൻഷൻസ് കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഫോർ എക്സാമ്പിൾ സ്ട്രെസ് കൊണ്ട് ഇത് വരുന്നു, പിന്നെ പൈൽസ് ഉള്ളവർക്ക് സൈനസൈറ്റിസ് കൂടുതലായിട്ട് കാണുന്നത് നമ്മൾ കൃത്യമായിട്ട് അങ്ങോട്ട് ഡയറക്റ്റ് റെഫറൻസ് നമുക്ക് കിട്ടില്ല. പക്ഷേ ഇത് എക്സ്പീരിയൻഷ്യൽ നോളജിൽ, അതായത് അനുഭവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് രോഗിയുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ചില അറിവുകളാണ്. അപ്പോൾ അതും കൂടിയാണ് ചേർത്തിട്ട് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു ലൈഫ് സ്റ്റൈല്, അതായത് നമ്മളുടെ സൈനോസൈറ്റിസ് ഉള്ളവർ പ്രത്യേകിച്ചും നമ്മൾ എങ്ങനെ ആ സൈനോസൈറ്റിസിനെ നിർമ്മാർജ്ജനം ചെയ്യാം എന്നുള്ള, എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, തണുത്ത പ്രതലത്തിൽ നിന്ന് എങ്ങനെ നമ്മൾക്ക് ഒഴിവായി നിൽക്കാം, പിന്നെ മഴക്കാല രോഗങ്ങൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരുമ്പോൾ ആ ക്ലൈമറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അവിടെയൊക്കെയാണ് കർക്കിടകക്കഞ്ഞി അതൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ഈ സൈനസൈറ്റിസ് ഉള്ളവർക്ക് കഴിക്കാമെന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ചുരുക്കത്തിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഇതിൽ ഞാൻ അഡാപ്റ്റ് ചെയ്യാറുണ്ട്. മനസ്സ്, ശരീരം, ആത്മാവ്. എൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റിലും എല്ലാ രോഗികളിലും ഇങ്ങനെ ഒരു ആസ്പെക്റ്റ് കണ്ടിട്ടാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും ആശംസിക്കുന്നു. നന്ദി. ആയുർ സൗഖ്യത്തിൽ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമായി ബന്ധപ്പെടുക 9188303000.